ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ മമ്മൂട്ടി ചിത്രമാണല്ലോ ടർബോ. പേര് പോലെ തന്നെ ടർബോ സ്പീഡിൽ കളക്ഷൻ കുതിക്കുന്ന സമീപകാലത്തെ മലയാളം സിനിമകളിൽ ഒന്നായിട്ട് ടർബോ മാറിക്കഴിഞ്ഞിരിക്കുകയാണല്ലോ. ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം ആദ്യ ദിവസം തന്നെ 17 കോടി 30 ലക്ഷം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇപ്പോഴത്തെ 2 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രകാരം 10 കോടിക്കടുത്ത്, അതായത് 9 കോടി 85 ലക്ഷത്തിലേക്ക് കേരള ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. ആദ്യ ദിവസം തന്നെ വേൾഡ് വൈഡ് കളക്ഷൻ 17 കോടി 30 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടതോടെ രണ്ടാം ദിവസം അതിന് ഇരട്ടിക്ക് മുകളിൽ കളക്ഷൻ ഉണ്ടാകുമെന്നാണ് ഇതിനോടകം തന്നെ മമ്മൂക്ക ആരാധകരുടെ സംഘടന പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് തന്നെ 50 കോടിയിൽ കുറഞ്ഞതൊന്നും തന്നെ പ്രതീക്ഷിക്കാത്ത ടർബോ എന്ന സിനിമ 100 കോടി ഉറപ്പിച്ച മമ്മൂക്ക സിനിമയായിട്ട് മാറുന്നുവെന്ന് കൂടിയാണ് ഏറ്റവും പുതിയ ടർബോയുടെ ഫാൻ പേജിൽ നിന്നുള്ള കളക്ഷൻ റിപ്പോർട്ട് കണക്കുകൾ പ്രകാരം വ്യക്തമാകുന്നത്. ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് 50 കോടി വേൾഡ് വൈഡ് കളക്ഷൻ വരികയാണെങ്കിൽ വെറും 10 ദിവസങ്ങൾക്കുള്ളിൽ വേൾഡ് വൈഡ് കളക്ഷൻ 100 കോടി നേടാനായിട്ടും മമ്മൂക്കയ്ക്ക് സാധിക്കും എന്ന് കൂടിയാണ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. നിലവിലെ മോളിവുഡിലെ ഏറ്റവും വലിയൊരു ബോക്സ് ഓഫീസ് പവറുള്ള താരം കൂടിയായിട്ട് മമ്മൂട്ടി മാറിക്കഴിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ മമ്മൂട്ടിയുടെ വമ്പൻ ആക്ഷൻ രംഗങ്ങളുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ സിനിമ ഉറപ്പായിട്ടും 100 കോടി കളക്ഷൻ നേടിയെടുക്കേണ്ടതാണ്, അതും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ. എന്തായാലും ആദ്യ 10 ദിവസങ്ങൾ കൊണ്ട് 100 കോടിയിലേറെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്ന സിനിമ ഫൈനൽ കളക്ഷൻ എത്ര വരെ എത്തുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. ഇതിനിടയിൽ കേരള ബോക്സ് ഓഫീസിൽ മമ്മൂക്കയ്ക്ക് 50 കോടിയില്ല എന്ന് പറഞ്ഞ ഒരുപാട് വിമർശനങ്ങൾ നാം സമീപകാലത്ത് കണ്ടിട്ടുള്ളതാണല്ലോ. മോളിവുഡിലെ പല താരങ്ങൾക്കും ഒപ്പം തന്നെ യുവാക്കൾ ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് വരെ 50 കോടി നേടാനായിട്ട് കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ കേരളത്തിന്റെ മെഗാസ്റ്റാറിന് 50 കോടി കളക്ഷൻ ഇല്ല എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തായാലും ടർബോയിലൂടെ അതിന് മറുപടി ലഭ്യമാകുമെന്ന് തന്നെയാണ് സിനിമയുടെ ആദ്യ 2 ദിവസത്തെ കളക്ഷൻ നോക്കുമ്പോൾ വ്യക്തമാകുന്നത്. അങ്ങനെ മമ്മൂട്ടിയുടെ ചുട്ട മറുപടി നമ്മുടെ വിമർശകർക്ക് കിട്ടാനായിട്ട് കാത്തിരിക്കുകയാണ് നമ്മുടെ മോളിവുഡ് സിനിമ ഇൻഡസ്ട്രി. അപ്പോൾ കാത്തിരിക്കാം മമ്മൂട്ടിയുടെ ആദ്യ 50 കോടി കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ ടർബോയിലൂടെ കാണുവാനായിട്ട്.